വേദപുസ്തകം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആമേൻ. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒറ്റ വാക്കത്തിൽ 5 വിധ കാര്യങ്ങളാ. 1, ഭൂമി പാഴാണ്. 2, ഭൂമി ശൂന്യമാണ്. 3, ആഴമുണ്ട്. 4, ഇരുളുണ്ട്. 5, വെള്ളമുണ്ട്. എന്നാൽ സ്തോത്രം, ഈ 5 വിധ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഈ മനോഹരമേറിയ ഭൂമിയെ ദൈവം എങ്ങനെയാ റീക്രിയേറ്റ് ചെയ്തത്? ചില കാലഘട്ടങ്ങൾ, ചില യുഗങ്ങളിൽ ഈ ഭൂമി പാഴായിരുന്നു. ഇത് ശൂന്യമായിരുന്നു. ഇരുളുണ്ടായിരുന്നു, ആഴമുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. എന്നാൽ നാം ഇന്ന് കാണുന്ന മനോഹരമേറിയ ഈ ഭൂമിയാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൂക്കളും പുഴകളും പൂമ്പാറ്റകളും പൂന്തേൻ അരുവികളും ഉള്ളതായ ഈ സ്തോത്രം മനോഹരമേറിയ ഭൂമി, മലകളും കുന്നുകളും താഴ്വരകളും ഉള്ളതായ ഈ മനോഹരമേറിയതായ ഈ ഭൂമി, സസ്യങ്ങളും വിഷലതാദികളും ഉള്ളതായ ഈ മനോഹരമേറിയ ഈ ഭൂമിയെ ഇന്നിങ്ങനെയാക്കി തീർത്തുവെങ്കിൽ നീ ഒരിക്കലും പറയരുത് നീ പാഴാണെന്ന്, നീ ശൂന്യമാണെന്ന്, നിന്നിൽ ഇരുളാണെന്ന്, നീ ആഴമാണെന്ന്, നിന്നിൽ വെള്ളമാണെന്ന് നീ പറയരുത്. ദൈവാത്മാവ് ചലിക്കുന്നുണ്ട്. ഈ ഭൂമിയിലേക്കൊന്ന് നോക്കിക്കേ. എത്ര മനോഹരമാണ് ഈ ഭൂമി, എത്ര ശ്രേഷ്ഠമാണ് ഈ ഭൂമി. ഈ ഭൂമിയുടെ സാക്ഷ്യമുണ്ട്. യെസ്, ഞാൻ ആഴത്തിൽ കിടന്നതായിരുന്നു, ഞാൻ പാഴായി കിടന്നതായിരുന്നു, ഞാൻ ശൂന്യമായി കിടന്നതായിരുന്നു. എന്നാൽ ദൈവാത്മാവ് പരിവർത്തിച്ചത് കൊണ്ട് എന്നെ റീക്രിയേറ്റ് ചെയ്ത് ഇന്നത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഭൂമിയാക്കി തീർത്തുവെങ്കിൽ നിന്റെ സാക്ഷ്യം ഇടത്തും വലത്തും ഇരിക്കുന്നവരല്ല. ഈ പ്രപഞ്ചത്തിലേക്ക് നീ ഒന്ന് നോക്കിയാൽ മതി. ദൈവത്തോട് പറയണം, കർത്താവേ, ഈ ഭൂമിയെ നീ മനോഹരമാക്കി തീർത്തതുപോലെ നീ എന്നെ ഒന്ന് മനോഹരമാക്കി തീർക്കണമേ. എന്റെ പാഴിന്റെ അനുഭവം മാറ്റണമേ, എന്റെ ആഴത്തിന്റെ അനുഭവം മാറ്റണമേ, എന്റെ വെള്ളത്തിന്റെ അനുഭവം മാറ്റണമേ. കാരണം ദൈവാത്മാവ് ചലിക്കുന്നു. ഈ ഭൂമി എത്ര മനോഹരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന് വിലയാകുന്ന നമ്മളെ എത്രയധികം ദൈവം മനോഹരമാക്കി തീർക്കും.